നമസ്കാരം. ആലപ്പുഴയിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്രയുടെ ഇടയിൽ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുവാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസുകാരും പിണറായി വിജയൻ്റെ ഗൺമാനും ഒക്കെ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. KSU പ്രവർത്തകരാണെങ്കിലും ഒരു കാര്യം തത്വമയി ന്യൂസിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മനോഭാവമാണ്. അത്തരത്തിലുള്ളൊരു ക്രൂരമർദ്ദനത്തിന് ആരും ഇരയാകാൻ പാടില്ല, പ്രൊവൈഡഡ് അവർ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ. ഡൽഹിയിലെ കാര്യവും കൊണ്ട് ഒരാളും വരണ്ട, അങ്ങോട്ട് അക്രമം കാണിച്ചാൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാ എന്നുള്ളൊരു മനോഭാവമാണ് ഞങ്ങൾക്കുള്ളത് വ്യക്തിപരമായിട്ട്. പക്ഷേ ഒരു കരിങ്കൊടി കാണിച്ചു എന്നുള്ള പേരിൽ KSU പ്രവർത്തകരാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായി അവരോട് എത്ര എതിർപ്പുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ക്രൂരതയ്ക്ക് വിധേയരാകുവാൻ പ്രത്യേകിച്ച് യുവാക്കൾ അർഹരല്ല. അതിന് നിയമ സംവിധാനങ്ങളിൽ യാതൊരു ഒഴിവ് കഴിവും അല്ലെങ്കിൽ ഒരു ആനുകൂല്യവും അത്തരത്തിൽ ക്രൂരത കാണിക്കുന്നവരോട് കാട്ടേണ്ടതില്ല. ഇതാണ് പൊതുവെയുള്ളൊരു പൊതുബോധം. അത് തന്നെയാണെന്നാണ് തത്വമയി ന്യൂസിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കേസിനെ സംബന്ധിച്ച് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. വിജിലൻസും മറ്റ് പല അന്വേഷണ സംഘങ്ങളും അന്വേഷിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ ഗൺമാനും മറ്റ് പോലീസുകാർക്കും ഈ ക്രിമിനലുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയതാണ്. പിന്നീട് കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഇവർക്ക് മേലൊരു പുനരന്വേഷണം നടത്താൻ. UDF സർക്കാർ വന്നതോടുകൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിയമിക്കപ്പെട്ടിരുന്നു. UDF സർക്കാർ വന്നതോടുകൂടി ആ അന്വേഷണം തീവ്ര വേഗതയിൽ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ആ വാർത്തകളെല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവരും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നത് ADGP അജിത് കുമാർ വിവാദങ്ങളുടെ കളിത്തോഴനാണ്. പല വിവാദങ്ങൾ PV അൻവറിൻ്റെ കാലം മുതൽ തന്നെ അനധികൃതമായ സ്വത്ത് സമ്പാദനം, മറ്റ് പല രീതിയിലുള്ള അനധികൃത ഇടപെടലുകൾ, പല കേസുകളിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ. പിന്നെ ആദ്യകാലത്ത് ഉന്നയിച്ചത് PV അൻവർ ആയതുകൊണ്ട് ജനം അത്രയ്ക്കത്ര ഗൗരവത്തിലേ അത് എടുത്തിട്ടുള്ളൂ. കാരണം PV അൻവറിന് നിരാശയും അമർഷവുമൊക്കെ പല കാര്യത്തിലും പലരോടും ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും കാലാകാലങ്ങളിൽ അയാൾ ഉന്നയിക്കുകയും അതെല്ലാം കാലാകാലങ്ങളിൽ വീണുടഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങും എത്താതെ അവസാനിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ആരോപണമായിരിക്കും അജിത് കുമാറിൻ്റെ മേലുമെന്നാണ് പൊതുജനം കരുതിയത്. പക്ഷേ കാലാന്തരത്തിൽ തെളിഞ്ഞു വന്നു അജിത് കുമാർ അത്ര നല്ല അജിത് കുമാർ അല്ല എന്നുള്ള വിവരങ്ങൾ ചിലത് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വന്നു. പിന്നീട് അറിയുവാൻ കഴിഞ്ഞത് ഈ രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാരും വിശേഷിപ്പിച്ച ഈ ഒരു ക്രൂര പ്രവൃത്തിയുണ്ടല്ലോ, KSUക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഉൾപ്പെടെയുള്ള പോലീസുകാർ തല്ലിച്ചതച്ച ആ ക്രൂര പ്രവൃത്തി, നിഷ്ഠൂര പ്രവൃത്തിയെ, അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തെ ADGP അജിത് കുമാർ നേരിട്ട് അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് ആ ആരോപണത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ അന്വേഷണം നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ അന്വേഷണ സംബന്ധിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമേറിയൊരു അന്വേഷണം നടക്കുക തന്നെ ചെയ്തു, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ADGP അജിത് കുമാറിൻ്റെ ഈ വിഷയത്തിലുള്ള പങ്കിനെക്കുറിച്ച് ADGP അജിത് കുമാർ കൃത്യമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട കേസ് അട്ടിമറിക്കുവാനുള്ള സകല പ്രവൃത്തികളും അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടും ADGP അജിത് കുമാറിൻ്റെ മേൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് എന്തോ ഒരു വൈമുഖ്യം മുഖ്യമന്ത്രിയെ തടഞ്ഞിരുന്നു. എന്തോ ഒരു കാര്യം നമ്മുടെ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ, UDFൻ്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് തല്ലുകൊണ്ടത് KSUക്കാരാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ നാഴികയ്ക്ക് 40 വട്ടം തല്ലുകൊണ്ടതും രക്തം വാർന്നതും ഞങ്ങളുടെ പിള്ളേർക്കാണ്, ആര് മറന്നാലും ഞങ്ങളത് മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്താവനകളും വികാരനിർഭരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടലും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഈ നിയമ നടപടികളൊക്കെ എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള കാലതാമസം വരും, മാധ്യമങ്ങൾ അതിന് ശ്രമിക്കേണ്ട. മാധ്യമങ്ങൾ ശരിയാണ്, അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ നേരിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം വസ്തുത തന്നെയാണ്, ADGP അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി കൈക്കൊള്ളുന്നതിൽ നിന്ന് എന്തോ ഒരു കാരണം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം
വി.ഡി. സതീശനെ തടഞ്ഞിരുന്നു, അല്ലെങ്കിൽ പിന്നോക്കം വലിച്ചിരുന്നു. അത് ഉറപ്പാണ്, അതിനൊരു സംശയവും വേണ്ട. കാരണം എത്തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളുവാനായിട്ട് മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറ്റാർക്കറിയില്ലെങ്കിലും അവരുടെ അധികാരത്തിൻ്റെ സീമകളും പരിധികളും അത് നൽകുന്ന ശക്തിയുമെല്ലാം ഇത്രയും രാഷ്ട്രീയ പരിചയമുള്ള വി.ഡി. സതീശനും അതിലേറെ രാഷ്ട്രീയ പരിചയവും പ്രവർത്തന പരിചയവുമുള്ള രമേശ് ചെന്നിത്തലയ്ക്കും, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ADGPയെ സസ്പെൻഡ് ചെയ്യുവാനായിട്ടുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ്, അതിനെത്ര കാലതാമസം വരുമെന്ന് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് പൊതുജനങ്ങൾക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മുൻ DGPമാരിൽ പലരും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ മുൻ നിയമജ്ഞന്മാരിൽ പലരും, പല സർക്കാരുകളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നിയമജ്ഞന്മാരിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളുടെ വിശകലനങ്ങളും വിശദീകരണങ്ങളും സുലഭമായി നൽകുന്ന ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ മേൽ ഇത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ കരുതൽ വീണിരുന്നു. ADGP അജിത് കുമാറിൻ്റെ സ്വാധീനത്തെ സംബന്ധിച്ച് വലിയൊരാശങ്കയും സാധാരണക്കാരുടെ ഇടയിൽ പടർന്നിരുന്നു. കാരണം LDF സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും ADGP അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു അൺടച്ചബിളാണ്, അസ്പർശ്യനാണ്, തൊടാൻ പറ്റില്ല, അൺഅസൈലബിൾ എന്നൊക്കെ പറയുമല്ലോ. തൊടാൻ പറ്റില്ല, തൊട്ടാൽ പിടുക്ക പറയ്ക്കുമെന്നൊക്കെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കരുത്തനാണോ, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്വാധീന ശക്തി ADGP അജിത് കുമാറിനുണ്ടോ എന്ന് സാധാരണക്കാർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ശക്തി പ്രാപിച്ചു. ആ ശക്തി പ്രാപിക്കലിൻ്റെ ഫലമായി ഇന്ന് ഒടുവിൽ SITയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി ആഭ്യന്തര മന്ത്രാലയം മുഖ്യമന്ത്രിക്ക് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുവാനുള്ള ശുപാർശ നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ADGP അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനിലേക്ക് പോയിരിക്കുകയാണ്. ഈ സസ്പെൻഷനിലേക്ക് ഇപ്പോൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ നേരെയുള്ള നടപടികൾ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഒരു പ്രധാന കാരണമായി വിമർശകർ പറയുന്നത് ഈ മാസം 31-ാം തീയതി DGPയായി, ഫയർഫോഴ്സിൻ്റെയോ മറ്റോ DGPയായി ഒരു പ്രൊമോഷൻ, സ്ഥാനക്കയറ്റം കിട്ടേണ്ട ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നു. അത് പരിഗണിച്ചാണ്, അതിന് അദ്ദേഹത്തെ അർഹനാക്കുവാനാണ് ഈ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളോ അദ്ദേഹത്തിൻ്റെ മേലെടുക്കുന്നതിൽ നിന്ന് വി.ഡി. സതീശൻ സർക്കാർ ഒരല്പം പിന്നോക്കം മാറി നിന്നിരുന്നത്, അല്ലെങ്കിൽ പിന്നോക്കം വലിഞ്ഞു നിന്നിരുന്നത്. അതൊരു സഹായമായി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കടപ്പാടുകളോ, അല്ലെങ്കിൽ അത്രയായിരിക്കും അജിത് കുമാറിൻ്റെ സ്വാധീന ശക്തി എന്നാണ് വിമർശകർ പറഞ്ഞിരുന്നത്. എന്തായാലും ഇനി വിമർശകർക്ക് ഒന്നും പറയുവാനില്ലാത്ത തരത്തിൽ ഇത്രയും കാലതാമസം വരുത്തിയതിനെക്കുറിച്ച് വേണമെങ്കിൽ വീണ്ടും വിമർശിച്ചു കൊണ്ടേയിരിക്കാം. എന്നാൽ പോലും കൃത്യമായൊരു നടപടി വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. താമസം നേരിട്ടെങ്കിൽ പോലും ADGP അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ, ADGP അജിത് കുമാറിന് മാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി നിന്ന 1-2 പോലീസുകാർക്കും ഒരു DYSPക്കുമെതിരെയും എല്ലാം കൃത്യമായിട്ടുള്ള നടപടികൾ നിയമാനുസൃതമായി കൈക്കൊള്ളാൻ സർക്കാർ തീരുമാനിച്ചു തുടങ്ങി. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നൊന്നായി. പക്ഷേ ഈ പ്രശ്നത്തിലെ പ്രധാന കഥാപാത്രം ADGP അജിത് കുമാർ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു കാര്യം ചുരുക്കം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ADGP അജിത് കുമാറിൻ്റെ DGP ആകുവാനുള്ള മോഹം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ആ സാധ്യത തള്ളിക്കളയുവാനും ഞാൻ ഒരുക്കമല്ല. കാരണം ഇത്രയും കാലതാമസം ഇത്തരത്തിലൊരു നടപടിക്ക് വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കൂടി സംഭവിച്ചെന്നല്ല ഞാൻ പറയുന്നത്, സംഭവിപ്പിച്ച് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം വാങ്ങുവാനും ചിലപ്പോൾ ADGP അജിത് കുമാറിന് സാധിച്ചേക്കാം. അങ്ങനെ സാധിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അത്തരത്തിലൊരു രാഷ്ട്രീയ ആത്മഹത്യ തന്നെയാണ്. കാരണം ഇപ്പോൾ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാനുള്ള കഴിവൊന്നും ആർക്കും ഇല്ലെങ്കിൽ പോലും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് വലിയ അസ്വാരസ്യങ്ങളുണ്ടാകും. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ DGP അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥൻ തിരികെ DGPയായി പോലീസിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ശാഖയിലെത്തിയാൽ, ഫയർഫോഴ്സിൻ്റെയോ എവിടെയാണെങ്കിലും DGPയായി അദ്ദേഹം സ്ഥാനക്കയറ്റം നേടിയാൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും വി.ഡി. സതീശൻ സർക്കാർ. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ നേരിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയും പാർട്ടിയിൽ തന്നെ പ്രത്യേകിച്ച് യുവജന വിഭാഗത്തിൽ, വിദ്യാർത്ഥി വിഭാഗത്തിലുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായി KSUവിന് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പല പ്ലീഡർ നിയമനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അവർക്കിടയിലുള്ള വിടവ്
കൂടുതൽ വലുതായി വരികയും ചെയ്യും. എന്തായാലും അത്തരത്തിലൊരു സാഹസത്തിന് വി ഡി സതീശൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ADGP അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ ഒരു വാർത്തയാണ്. പക്ഷേ ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഏത് സർക്കാർ വന്നാലും ആ സർക്കാരുകളിലെ പ്രധാനമന്ത്രിയല്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ മേലുള്ള അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാരുടെ മേലുള്ള ഒരു അസീമമായ സ്വാധീനമാണ് ADGP അജിത് കുമാർ അതിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു ഉദാഹരണമാണ്. ഇത്രയും ഒരു ആരോപണം ആലോചിച്ച് നോക്കൂ. ഇതിൽ മറ്റ് നിയമ നടപടികളെല്ലാം വിട്ടേക്കൂ, പച്ചയായ രാഷ്ട്രീയം മാത്രം നോക്കൂ. പച്ചയായ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ശരിയായ നടപടി എന്താണ്? LDF സർക്കാരിന് വേണ്ടിയിട്ട് തൻ്റെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളതാണോ രാഷ്ട്രീയപരമായി ഏറ്റവും ശരിയായൊരു നടപടി? അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പൊതുവെ നേതാക്കൾ കൈക്കൊള്ളുന്നൊരു നടപടി അല്ല. അത് അസ്വാഭാവികമായൊരു നടപടിയാണ്. സ്വാഭാവികമായ നടപടി ഏറെ സമയം കഴിയുന്നതിന് മുമ്പ് ADGP അജിത് കുമാറിനെ വഴിയാധാരമാക്കുക എന്നുള്ളതാണ്. അതൊരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. രാഷ്ട്രീയപരമായി മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ നിയമസാധുതകളും മാനുഷിക പരിഗണനകളും ഒന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിൻ്റെ കാരണം അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയം എല്ലാം ചട്ടപ്പടി മാത്രം ചെയ്യുന്നൊരു രാഷ്ട്രീയക്കാരനാണോ? അല്ല. വളരെ തന്ത്രശാലിയായിട്ടുള്ള എല്ലാ കരുനീക്കങ്ങളും അറിയാവുന്ന എല്ലാ തരത്തിലുള്ള വെട്ടും തടയും പഠിച്ച ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് വി ഡി സതീശൻ. ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളാനോ അല്ലെങ്കിൽ കൈക്കൊള്ളാതിരിക്കാനോ അത് സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനോ യാതൊരു കുറവും അല്ലെങ്കിൽ യാതൊരു ശേഷിക്കുറവുമുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിൽ വിമർശകർ അത്ഭുതം കൂറിയാൽ അതിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ADGP അജിത് കുമാർ സസ്പെൻഷനിലേക്ക് പോയിരിക്കുകയാണ്. DGP പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം താൽക്കാലികമായ ഒരു സംശയത്തിൻ്റെ തുലാസിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വിപ്ലവകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും തീരുമാനമുണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹം DGP-ആയി മറ്റ് പോലീസിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ തലപ്പത്തെത്തുകയും KSUക്കാർ വീണ്ടും പതിവ് പോലെ പല്ലിളിച്ച് കാണിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹത്തോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ട് തന്നില്ലെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറയുന്നില്ലെങ്കിലും തള്ളിപ്പറയേണ്ടതാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുവാനുള്ളൊരവസരം കൂടി തങ്ങൾക്ക് ലഭിച്ചു എന്ന കൃതാർത്ഥരായി വീണ്ടും ജയ് വിളിച്ച് മുന്നോട്ട് പോകാം. അതുമാത്രമേ ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളൂ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ADGP അജിത് കുമാറിൻ്റെ സ്വാധീന ശക്തിയാണെങ്കിലും LDF ആയാലും UDF ആയാലും അദ്ദേഹത്തിന് ഒരുപോലെയാണ് എന്നുള്ളൊരു രീതികളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും ഒക്കെയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.